എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ വന്ദന പറയുകയാണ്. എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ ചോദിച്ചൊരു ചോദ്യം, ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പം ഡിസ്പെൻസേഷനലിസം പഠിപ്പിക്കുന്ന ആളുകൾ പൊതുവെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അവര് നല്ല അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തു ജഡത്തിൽ തന്നെ തിരിച്ചു വരും, അക്ഷരാർത്ഥത്തിൽ യെരൂശലേമിൽ അവൻ വാഴും, അക്ഷരാർത്ഥത്തിൽ ദേവാലയം പണിയപ്പെടും, അക്ഷരാർത്ഥത്തിൽ അന്ത്യക്രിസ്തു അതിനകത്ത് വെളിപ്പെടും. ഇതെല്ലാം അക്ഷരികമായി സംഭവിച്ചേ പറ്റത്തുള്ളൂ. മാത്രമല്ല 1000 ആണ്ടെന്ന് പറഞ്ഞാൽ 10 നൂറ്റാണ്ടുകൾ കർത്താവ് യെരൂശലേമിനെ കേന്ദ്രമാക്കി ഭൂലോകത്തിൽ ഭരിക്കും. അപ്പോൾ അവന്റെ വിശുദ്ധന്മാരെന്നൊക്കെ പറയുന്നത് എന്തുവെന്ന് എനിക്കറിയത്തില്ല, കാരണം വിശുദ്ധന്മാരെല്ലാം കൂടെ ഒരുമിച്ചാണ് ഭരിക്കുന്നത്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ തേജസ്കരിക്കപ്പെട്ട ശരീരമായിരിക്കും. അപ്പൊ ഭൂമിയിൽ തേജസ്കരിക്കപ്പെടാത്ത മനുഷ്യരുണ്ടാവും. എന്തോന്ന് അറിയത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ 1000-നകത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പാസ്റ്റേഴ്സ്, പണ്ഡിതന്മാർ, വിശുദ്ധന്മാരോട് ഞാൻ വേദപുസ്തകത്തിലെ കുറച്ച് വാക്യങ്ങൾക്ക് ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. വിശദീകരണത്തിനല്ല. ഈ 1000 ആണ്ട് വാഴ്ച എന്താണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം തിരുവഴുത്തിൽ നിന്ന് നമുക്ക് ഉള്ളതുകൊണ്ട് ഈ വാശി പിടിക്കുന്ന ചേട്ടന്മാരോട്, നിർബന്ധം പിടിക്കുന്നവരോട്, 1000 ആണ്ടെന്ന് പറയുന്നത് വാശി പിടിക്കുന്നവരോട് ഞാൻ കുറച്ച് റെഫറൻസുകൾ ചോദിക്കും. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. ഞാനതിന് എൻ്റെ ഒരു വേർഷനിലാണ് ഞാനത് നോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അക്ഷരപ്രതി അതുപോലെ എഴുതുകയല്ല. റെഫറൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കും. അവരുടെ പാറ അവരെ വിട്ടുകളഞ്ഞില്ലെങ്കിൽ, യഹോവ അവരെ അടച്ചു കളഞ്ഞില്ലെങ്കിൽ, ഒരാൾ 1000-ത്തെ പിന്തുടരുകയും 2 പേർ 10,000 പേരെ ഓടിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഇത് അക്ഷരാർത്ഥത്തിലാണ്. ഒരാള് 1000 പേരെയും 2 പേര് 10,000 പേരെയും എവിടെയെങ്കിലും ഓടിച്ചൊരു ചരിത്രമുണ്ടോ? ആവർത്തനം 32-30 അക്ഷരികമായി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരുവൻ 1000-ത്തെയും 2 10,000-ത്തെയും ഓടിച്ചു കളയുമായിരുന്നുവോ? അപ്പൊ അതെന്തായാലും ആലങ്കാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ആമോസിന്റെ പ്രവചന പുസ്തകം 5:3 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 1000 പേരോട് പുറപ്പെട്ട പട്ടണം 100 പേരെ ശേഷിപ്പിക്കും. 100 പേരോട് പുറപ്പെട്ട പട്ടണം 10 പേരെ ശേഷിപ്പിക്കും. 1000 പേരുള്ള ഒരു പട്ടണം, ഒരു പട്ടണത്തിൽ 1000 പേരേ ഉള്ളോ? 100 പേരെ ശേഷിപ്പിക്കും. 100 പേരോടെ പുറപ്പെട്ട പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിൽ 100 പേരേ ഉള്ളോ? Is it true? It is literal? Answer me. ആമോസ് 5:3. യെശയ്യാ പ്രവചനം 7:23. ഞാൻ ഇതെല്ലാം റെഫറൻസുകൾ പറയാൻ പോകും, കാരണം ബൈബിളിനകത്ത് നിർബന്ധം പിടിക്കുന്നവർ, അതായത് വെളിപ്പാട് 20 അധ്യായത്തിൽ 1000 ആണ്ട് വാഴും എന്നത് നിർബന്ധം പിടിക്കുന്ന ഭവിഷ്യവാദികൾ ഇതൊരു മറുപടി പറയണം. യെശയ്യാവ് 7:23 അന്ന് 1000 വെള്ളി ശേക്കൽ വിലയുള്ള 1000 മുന്തിരി വള്ളികൾ ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം മുള്ളുകളും പറക്കാരുകളുമായി മാറും. അപ്പൊ നോക്കണേ, ആ 1000 മുന്തിരിവള്ളികളുടെ വില എത്ര? 1000 ശേക്കൽ വിലയുള്ള 1000 മുന്തിരിവള്ളികൾ ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം മുള്ളുകളും പറക്കാരുകളുമായി മാറും. ഡു യു തിങ്ക് ദാറ്റ്? ഒരു മുന്തിരി വള്ളിക്ക് 1 ശേക്കൽ വില, 1000 മുന്തിരിവള്ളി. ഇപ്പം 999 ഒന്നുമല്ല, 1001 അല്ല, കൃത്യമായിട്ട് 1000 ആണ്, അല്ലേ? ലിറ്ററലാണോ? യെശയ്യാവ് 60:22 ചെറിയവൻ 1000-ഉം ചെറിയവൻ ശക്തമായ ജനതയുമായി തീരും. കർത്താവ് ഞാൻ ആ കാലത്ത് അത് ത്വരിതപ്പെടുത്തും. ചെറിയവൻ 1000 ഈസ് ലിറ്ററൽ. നിർബന്ധമാണല്ലോ, പിടിവാശിയാണല്ലോ. 9 ആണ്. ഇപ്പൊ ഒരുവൻ ആരായി മാറണം? 100%. 999 പോരാ, 1001 വേണ്ട, 1000-മായി മാറണം. അപ്പൊ ചെറിയ ആൾ എന്തായി മാറണം? ശക്തമായ ജനതയായി തീരും. അപ്പൊ ഒറ്റയാള് 1000-മായി മാറുമെന്നാണോ ചേട്ടായി വിശ്വസിക്കുന്നത്? ബ്രദറൻ, പെന്റകോസ്റ്റൽ, കരിസ്മാറ്റിക്, ഇവാഞ്ചലിക്കൽ
brothers in Christ, I'm asking you, do you believe that is literally 1,000? Okay. ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. നിന്റെ കഴുത്ത് ആയുധപ്പുരയ്ക്കായി നിർമ്മിച്ച ദാവീദിന്റെ ഗോപുരം പോലെയാണ്, അതിൽ 1000 പരിചകൾ തൂക്കിയിരിക്കുന്നു. അപ്പം ശൂലേം കാര്യത്തോട് പറയാം, നിന്റെ കഴുത്ത് ദാവീദിന്റെ പണിപ്പുര ഗോപുരം പോലെയാണ്. ആ കഴുത്തിൽ എത്ര പരിച തൂക്കിയിരിക്കുന്നു? 1000 പരിച തൂക്കിയിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ 1000 പരിച തൂക്കാൻ പറ്റിയ ഒരു കഴുത്ത് എന്തോ ഒരു കഴുത്തായിരിക്കും. അപ്പൊ നിർബന്ധമാണ്, അക്ഷരാർത്ഥത്തിൽ 1000 പരിചകൾ തൂക്കണം, നിർബന്ധമാണ്. കാരണം യെരൂശലേമിൽ 1000 ആണ്ട് കർത്താവ് വാഴണം, നിർബന്ധമായിട്ട് വാഴണം. എനിക്ക് യാതൊരു തടസ്സവും. പക്ഷെ ഇവിടെ 1000 പരിചകൾ തൂക്കുന്ന ഒരു കഴുത്തും കൂടെ കാണിച്ചിട്ട് നിങ്ങൾ 1000 ആണ്ട് വാഴുകയോ 2000 ആണ്ട് വാഴുകയോ ചെയ്യും. ഓക്കെ. അടുത്തത് ഉത്തമഗീതം 8-ാം അധ്യായത്തിന്റെ 11-12. ശലോമോന് ബാൽ ഹമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം കവല ലഭിച്ചു. അന്നേരം ഫലം ലഭിപ്പാൻ ഓരോരുത്തരും 1000 വെള്ളിക്കാശ് കൊണ്ടുവരേണ്ടതായിരുന്നു. എന്റെ മുന്തിരിത്തോട്ടം എന്റേതാണ്, എന്റെ മുമ്പായുള്ള നിനക്ക് 1000 ഉണ്ടായിരിക്കും. അപ്പം 1000, അതിന്റെ ഫലം ലഭിക്കാൻ ഓരോരുത്തരും 1000 വെള്ളിക്കാശ് കൊണ്ടുവരേണ്ടത്. അപ്പം നിർബന്ധമായിട്ട് 1000 കേട്ടോ. ഇതെല്ലാം ലിറ്ററലാണ്. ഇതെല്ലാം സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ദിസ് ഓൾ ഓർ കാവ്യാത്മകമാണ്. 1000 പരിച എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ആലങ്കാരികമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. സങ്കീർത്തനം 50-ന്റെ 10-ാം വാക്യം. കാട്ടിലെ എല്ലാ മൃഗങ്ങളും 1000 കുന്നുകളിലെ കന്നുകാലികളും എന്റേതാണ്. എല്ലാരും കേൾക്കണം, യഹോവയായ ദൈവം പറയാം, എല്ലാ കാട്ടുമൃഗങ്ങളും 1000 കുന്നുകളിലെ കന്നുകാലികളും എന്റേതാണ്. ദിവസത്തെ അക്ഷരം പ്രതി വിശ്വസിക്കുന്ന എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കൂ. വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത ദൈവജനത്തെ മാറോടെ ചേർത്ത് നിൽക്കുന്ന എന്റെ വിശുദ്ധന്മാരായ ദൈവിക അപ്പോസ്തലന്മാർ ശ്രദ്ധിക്കൂ. യഹോവയായ ദൈവത്തിന് 1000 കുന്നുകളിൽ കന്നാലികളേ ഉള്ളൂ. ബാക്കി 1001-ാമത്തതെല്ലാം ലൂസിഫറിൻ്റെത്, 1002-ാമത്തത് മനുഷ്യൻ്റെത്, 1003-ാമത്തത് സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മസേനയുടെ. അങ്ങനെയാണോ? പല ഭൂമിയിലാകെ 1000 കുന്നേ ഉള്ളോ? പറയൂ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആൻസർ മീ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെ നിങ്ങൾ പുരുഷനെ പോലെ അരകെട്ടി മറുപടി പറ. ആൻസർ മീ. പറ്റത്തില്ലേ? 1001-ാമത്തെ കുന്ന് നമ്മൾ ആർക്കൊണ്ട് കൊടുക്കും? ആവർത്തനം 1-ന്റെ 11. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ 1000 ഇരട്ടി വർദ്ധിപ്പിക്കുകയും അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത പോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എത്ര ഇരട്ടി? 1000 ഇരട്ടി. അതിൽ കൂടരുത്, കുറയുകയും ചെയ്യരുത്, കൃത്യമായിരിക്കണം. അപ്പൊ നിങ്ങൾ 100 പേരുണ്ടെങ്കിൽ നിങ്ങൾ 1000 ഇരട്ടിയായിട്ട് വർദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയായി മാറണം? 1000 ഇരട്ടിയായിട്ട്. 100 പേരുടെ 1000 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1,00,000 പേരായിട്ട് വർദ്ധിക്കണം. ഇപ്പൊ 1,00,000 പേരുണ്ടെങ്കിലോ നിങ്ങൾ 1 കോടിയായിട്ട് വർദ്ധിക്കും. 1000 മടങ്ങ് വർദ്ധിപ്പിക്കും. അപ്പൊ 1000 മടങ്ങ് വർദ്ധിപ്പിക്കട്ടെ പറഞ്ഞാൽ അതിൽ കൂടുതൽ വർദ്ധിക്കാൻ പാടില്ലേ? അപ്പൊ ഭൂമിയിൽ അതിനുശേഷം ഇസ്രായേൽ മക്കളിൽ കൂടുതൽ വർദ്ധിച്ചിട്ടില്ലേ? അക്കോർഡിംഗ് ടു ദ വേർഡ്, മാറാത്ത വചനം അനുസരിച്ച്. ആവർത്തനം 1-ന്റെ 11. ബോറടിക്കണ്ട കേട്ടോ. 1000 ആണ്ട് വാഴ്ചക്കാരെല്ലാം കേട്ടിട്ട് മതി. വേഗം നിങ്ങളുടെ സീറ്റിൽ ഇരിക്കുക. സിറ്റ് ഡൗൺ യുവർ സീറ്റ് ആൻഡ് ഫാസ്റ്റൺ യുവർ സീറ്റ് ബെൽറ്റ്. ബെൽറ്റ് ഇട്ടിട്ട് ഇരുന്ന് കേൾക്ക്. പുരുഷനെ പോലെ അര കെട്ടിയിട്ട് സംസാരിക്കും. ധൈര്യത്തോടെ മറുപടി പറ. കേട്ടിട്ട് കേൾക്കാത്തന്റെ കൂട്ട് പൊട്ടന്റെ കൂട്ട് ജീവിക്കരുത്. ഇല്ലേ, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ ഞാനൊന്നും കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞു പോകരുത്. ധൈര്യം ഉണ്ടെങ്കിൽ നട്ടല് നിവർത്തി അര മുറുക്കി കെട്ടിട്ട് ഇതിന് മറുപടി പറ. 1000 വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ അർത്ഥം 1% പോലും കൂടാൻ പാടില്ല, കൃത്യമായിരിക്കണം. 1 ശമൂവേൽ 18-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്കറിയാം, ശൗൽ നമ്മുടെ ദാവീദ് ഗോലിയാത്തിനെയൊക്കെ ഇങ്ങനെ കൊന്നിട്ട് വരും. സ്ത്രീകൾ പരസ്പരം വാദ്യഘോഷം പറഞ്ഞു, ശൗൽ 1000 കൊന്നു, ദാവീദോ
10,000 കൊന്നു. സത്യമാണില്ലേ? ആ യുദ്ധത്തിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ശൗൽ 1000 പേരെ കൊന്നു. ദാവീദ് എണ്ണി 9,999. പിന്നെ അവസാനം ഗോലിയാത്തിനെ കൂടെ കൊന്നപ്പോ 10,000 പേരെ കൊന്നു. സത്യം അല്ലേ? സത്യമല്ലേ അത്? റൈറ്റ്. 1 ശമൂവേലിന്റെ 18-ാം അധ്യായത്തിന്റെ 13. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി 1000-ന് അധിപതിയാക്കി. അവൻ പുറത്തുപോയി ജനത്തിനു മുമ്പേ അകത്ത് കടന്നു. 1000 പേരെ ഒരു ചെറിയ സൈന്യമായി കണക്കാക്കാം അല്ലേ? അപ്പം 1000 പേർക്ക് അധിപതിയാക്കി നമുക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ 1000 പേരെ കൊന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു കൺഫ്യൂഷൻ അല്ലേ? 1000 പേർക്ക് അധിപതിയാക്കി. ഞാൻ അതങ്ങ് സമ്മതിച്ചിരിക്കുന്നു, സഹസ്രാധിപനാക്കി. പക്ഷെ 1000 പേരെ ശൗൽ കൊന്നു, ദാവീദ് 10,000 പേരെ കൊന്നു എന്ന് പറയുന്നത് അത് ആലങ്കാരികം അല്ലേ? അതിനർത്ഥം എന്താ? ഇസ്രായേലിന്റെ നോക്കി ഇവിടെ നോക്കി, ശൗൽ അവന്റെ അടുക്കൽ 1000-ന് അധിപതിയാക്കി എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ 1001-ാമത്തെ പടയാളി ദാവീദിന്റെ കമാൻഡിന് കീഴിലല്ല അല്ലേ? അങ്ങനല്ലേ? 1000 പേർക്ക് അധിപതി. ബാക്കിയുള്ള 1001-ാമത്തവൻ പിന്നെ ദാവീദ് പറഞ്ഞ മൈൻഡ് പോലും ചെയ്തില്ല. അത് ഇത്രേ ഉള്ളൂ. ഡു യു ബിലീവ് ദാറ്റ് ഈസ് ട്രൂ? ഓക്കെ. ഞാൻ ഈ റെഫറൻസ് എല്ലാം കണ്ടുപിടിച്ചതിന് നിങ്ങൾ ഇങ്ങോട്ട് സ്തോത്രാഴ്ച തരണം. ശ്രദ്ധിക്കും. ന്യായാധിപന്മാർ പുസ്തകം 9-ാം അധ്യായത്തിന് 49. അങ്ങനെ ജനമെല്ലാം ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബീമേലെക്കിന് പിന്തുടർന്ന കോട്ടയ്ക്ക് നേരെ എറിഞ്ഞു. കോട്ടയ്ക്ക് തീയിട്ടു. അങ്ങനെ ശേഖേം ഗോപുരത്തിലെ പുരുഷന്മാരെല്ലാം മരിച്ചു. ഏകദേശം 1000 പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായി. ശേഖേം ഗോപുരത്തിനകത്ത് അല്ലെങ്കിൽ ശേഖേമില് എത്ര പുരുഷന്മാർ മരിച്ചു? പുരുഷന്മാരെല്ലാം മരിച്ചു. ഏകദേശം 1000 പുരുഷന്മാർ. 1000 എണ്ണി. 1, 2, 3. നമുക്കതുപോലെ തന്നെ ഈ 1000 പേരെ കൊല്ലുന്നതായിട്ട് കാണാൻ പറ്റും. 1000 പേരെ കൊന്നുള്ള 1000 പേരെ കൊല്ലുന്ന പറഞ്ഞാൽ 990 മേലെ കറക്റ്റ് 1000 പേര്. 1001 എക്സാക്ട് 1000 പേര്. വിശ്വസിച്ച് പറ്റൂ, കാരണം ബൈബിൾ എഴുതിയേക്കുന്നത്. ന്യായാധിപന്മാർ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ശിംശോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിംശോൻ ഒരു കഴുതയുടെ താടിയിൽ കൊണ്ട് കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരെ കൊന്നു? 1000 പേരെ കൊന്നു. എണ്ണി. 1, 2, 3, 4, 5, 6, 7, 8, 900, 909, 910, 911, 998, 999. 1000 കൊന്നു. കുന്ന് 1, കുന്ന് 2. ഒരു കുന്നിൽ 500, അടുത്ത കുന്നിൽ 500. എന്നിട്ട് താടിയിൽ ഒറ്റ എടുത്തെറി 1000 പേര് കൃത്യം. ഷാർപ്പ്. ബിലീഫ്. ഡു യു ബിലീവ് ദാറ്റ് ഈസ് എക്സാക്ട്? ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ. ശൗൽ 1000 കൊന്നു പറഞ്ഞ അങ്ങനെയാണ്. ദാവീദ് 10,000. അത് ആലങ്കാരികമാണ് അല്ലേ? അപ്പൊ ചിലത് ആലങ്കാരികമാണ്, ചിലത് ലിറ്ററല്ല. ഓഹോഹോ. ഉടനെ പറയും അതാണ് അക്കോർഡിംഗ് ടു ദ ഹെർമെനൂട്ടിക്സ് ഓഫ് ദ ബൈബിൾ ആൻഡ് തിയോളജി ഓഫ് ദ കിടന്ന് ഉരുളണ്ട. ബൈബിളിനകത്തൊരു പാറ്റേൺ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇനി യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന് 3-ാം അവൻ ആരെങ്കിലും അവനോട് ദൈവത്തോട് വാദിച്ചാൽ അവന് 1000-ലൊരുവനോട്, അതായത് ദൈവത്തോട് ഉത്തരം പറയാൻ കഴിയില്ല. 1000-ലൊരുവനോട് ഇത്. അപ്പൊ 1000-ലൊരു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് പറയുക. ആലങ്കാരികമാണ്. ദൈവത്തെ ഒരുപാട് വെല്ലുവിളിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ദൈവത്തെ വെല്ലുവിളിക്കുക. 1000-ലൊരുവനോട് സംസാരിക്കുക. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള സംസാരം. ഇവിടെ സത്യത്തിൽ ദൈവം 1000-ലൊരുവനാണോ? ബാക്കിയുള്ള 800 കോടി ജനവുമായിട്ട് ദൈവത്തിന് യാതൊരു കമ്പാരിസനും ഇല്ലേ? ഓക്കെ. സഭാപ്രസംഗം 7-ാം അധ്യായത്തിന്റെ 27. എന്റെ മനസ്സ് ഇതുവരെ അന്വേഷിച്ചിട്ടും എനിക്ക് കണ്ടെത്താനായില്ല. 1000-ലൊരു പുരുഷനെ ഞാൻ കണ്ടെത്തി, എന്നാൽ എല്ലാവരിൽ നിന്നും ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തി. 1000-ൽ ഒരു പുരുഷനെ കിട്ടി, പക്ഷെ എല്ലാവരിൽ നിന്നും ഒരു സ്ത്രീയെ കണ്ടെത്തി. അപ്പം 1000-ൽ ഒരു പുരുഷൻ. അപ്പൊ 1001-ലല്ല, 1000-ൽ. എക്സാക്ട് 1000. ഓക്കെ. അപ്പൊ വിശ്വസിക്കണം. ഇതെല്ലാം ബൈബിളിലാണ്, ദൈവനിശ്വാസിയമായ വചനമാണ്. കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. എസെക്കിയേൽ 47-ന്റെ 3 മുതൽ 5 നമുക്കറിയാം. ഒരു ദൂതൻ എന്നെ ഇങ്ങനെ നൂലും പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് ചെന്നപ്പോൾ 1000 മുഴ വളർന്നു വെള്ളം
കണങ്കാലായി, പിന്നെ 1000 അളന്നു അത് മുട്ടോളമായി, പിന്നെ 1000 അളന്നു അത് അരയോളമായി, പിന്നെ 1000 അളന്നു അത് കടപ്പാൻ കഴിയാത്ത നദിയായി, വെള്ളം പൊങ്ങി നീന്തുവാൻ കഴിയാത്ത നിലയിൽ ഒരു നദിയായി മാറി. 1000 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 1000 അല്ലേ? യെസ്, 1000 അടി. അപ്പൊ ആ പാട് എത്ര അടി? ഒരു 4000 അടി ആയപ്പോഴത്തേന് നദിക്ക് എത്ര? ശ്രദ്ധിക്കണം, ഒരു നദിയല്ലേ? കണങ്കാലായി, മുട്ടോളമായി, അരയോളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ. അപ്പൊ എത്രയായി? 4000. അപ്പം ഒരു നദിക്ക് എത്ര നീളമുണ്ട്? 4000 അടി നീളമായപ്പോഴേക്കും നീന്തിയിട്ടല്ലാതെ അപ്പം നടുമധ്യത്തിൽ. അപ്പം ആ നദിയുടെ നീളം എത്രയാണ്? 4000 പ്ലസ് 4000, 8000 അടി വീതിയുള്ള ഒരു നദി. അങ്ങനെ ആയിരിക്കുമല്ലോ, നടുക്കാവുമ്പോഴല്ലേ ഏകദേശം ടോട്ടലായിട്ട് വലിയ ഡെപ്ത് ആവത്ത്. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും നീളം കുറഞ്ഞു. ഡു യു തിങ്ക് ലൈക്ക് ദാറ്റ്? 1000 എന്ന് പറഞ്ഞ എക്സാക്ട് നമ്പർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്? നിശ്ചയമാണ്. ഇത് നദിയുടെ ക്രമേണയുള്ള ആഴത്തെയാണ്, അതായത് ഇറങ്ങുന്നതിനനുസരിച്ചുള്ള ആഴത്തെ കൂടി. ദിസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് thousands. ദിസ് ഇസ് ഓൾ ഫിഗറേറ്റീവ്ലി സംസാരിക്കും. ദാവീദ് ദാനിയേലിന്റെ പ്രവചനം 5-ാം അധ്യായത്തിന് 1 ബെൽസസർ രാജാവ് തന്റെ 1000 പ്രഭുക്കന്മാർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. 1000 എന്ന് പറയുമ്പോൾ ഈ 1000 എന്ന് പറഞ്ഞ ഉടനെ എക്സാക്ട്ലി 1000 ആണെന്ന് നമ്മൾ ധരിച്ചു. ബൈബിളിനൊരു ഭാഷയാണ് 1000. ബൈബിൾ വെച്ചിട്ട് 1000 തലമുറയ്ക്ക് ഞാൻ ദയ കാണിക്കും, എന്നിട്ട് 1001-ാമത്തെ തലമുറയെ ഞാൻ തല്ലിക്കൊല്ലും. അങ്ങനെയാണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ 1000 തലമുറ ദയ കാണിക്കും. എൻ്റെ അർത്ഥം 1001-ാമത്തെ തലമുറയ്ക്ക് ഞാൻ അടി പാഴ്സലായിട്ട് കൊടുക്കുന്നതാണ്. അല്ല, ഇത് ബൈബിളിനകത്തൊരു പ്രധാന ലാംഗ്വേജ്. അപ്പം 1000 എന്തുവാ? പ്രഭുക്കന്മാർക്ക് ഒരു വിരുന്നൊരുക്കും. സത്യത്തിൽ എന്തുവാ അതിനർത്ഥം? ഭയങ്കര കൂട്ടത്തെയാണ്, വലിയൊരു കൂട്ടം ആൾക്കൂട്ടത്തെ. എഴുത്തുകാരൻ എഴുതുമ്പോൾ എത്ര? എഴുത്തുകാരൻ അവിടെ ഇരുന്ന് എണ്ണി, അതായത് എഴുതിയ അതായത് ദാനിയേൽ ഇങ്ങനെ 1, 2 എത്ര ഇങ്ങനെ എണ്ണുക പുള്ളി. എണ്ണിട്ട് രാജാവ് എത്ര ടോട്ടൽ? 1000. ശരി, 1000 പ്രഭുക്കന്മാർക്ക് ഒരു വിരുന്നൊരുക്കി. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അല്ല. അപ്പൊ വാസ്തവത്തിൽ ഈ 1000 എന്ന് പറയുന്നത് ഒരു ടൈം, ഒന്ന് സമയത്തെ പരാമർശിക്കുന്നു, 2 ദിവസങ്ങളെ പരാമർശിക്കുന്നു, ചിലത് വർഷങ്ങളെ പരാമർശിക്കുന്നു, 1000 തലമുറകളെ പരാമർശിക്കും. എല്ലാറ്റിനും ഇത് പ്രതീകാത്മകമായിട്ട് സംസാരിക്കണം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തന്നെ ദൈവമാണെന്നും തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന 1000 തലമുറയോളം എന്ത് ചെയ്യും? കരുണയും കൃപ കാണിക്കുന്ന ദൈവം, വിശ്വസ്തനായ ദൈവം. 1000 തലമുറ നേരത്തെ പറഞ്ഞു. ആവർത്തനം 7-9. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് അവന്റെ ഉടമ്പടി എപ്പോഴും ഓർക്കുക, അവൻ 1000 തലമുറയോളം കൽപ്പിച്ച പദം. 1000 തലമുറയോളം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥം എടുത്താൽ 1001-ാം തലമുറ ദൈവത്തെ തന്റെ ഉടമ്പടിയോട് അവിശ്വസ്തരായി കാണി. 1000 തലമുറയോട് വിശ്വസ്തത, 1001-ാം തലമുറ അവിശ്വസ്തതയായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദോസ്തത്തെ ഞാൻ എന്തിനാ ഇതിങ്ങനെ എല്ലാ വാക്യങ്ങളും പറഞ്ഞു വെച്ചാൽ, നമ്മൾ വചനത്തിൽ നിൽക്കണം എന്ന് പറയുന്ന ചേട്ടന്മാര് എന്തിനിത്ര വാശി? ഈ 1000 വർഷം. സങ്കീർത്തനം 84-ന്റെ 10-ാം വാക്യം, നിന്റെ പ്രാഹാരങ്ങൾ കഴിക്കുന്ന ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു ദിവസം നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന, ദൈവാലയത്തിന്റെ പ്രാകാരത്തിൽ ഒരാൾ ഒരു ദിവസം കഴിക്കുന്നത് വേറെ 1000, അപ്പൊ അത് 3 വർഷത്തെക്കാൾ ഉത്തമമെന്നാണ്. അപ്പൊ അതിനകത്ത് ഒരു 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 പർട്ടിക്കുലർ ക്വാളിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു ക്വാളിറ്റി, ഒരു ക്വാണ്ടിറ്റി, അതല്ലെങ്കിൽ എന്തോ പറയണ്ടേ, അതിൻ്റെ ഒരു ഫുൾനെസ്, അതൊരു കംപ്ലീറ്റ്നെസ്. ഇതൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കിയേ പറ്റത്തും. സങ്കീർത്തനം 90-4 പറയുന്നു, 1000 തലമുറയോളം അവൻ തന്റെ ഉടമ്പടി എന്നേക്കും, അവൻ തന്റെ ന്യായപ്രമാണത്തെ, തന്റെ പ്രമാണത്തെ, തന്റെ വാക്തത്വത്തെ 1000 തലമുറയോട് ഓർക്കുന്നവനാണ് ദൈവം. അതിന്റെ അർത്ഥം അതിനുശേഷം ഓർക്കത്തില്ല എന്നാണ്, പിന്നെ ഓർമ്മയെ പോകും. ചോദിക്കുകയല്ല, ഞാൻ വേദോസത്തെ ക്രിട്ടിസൈസ് ചെയ്യല്ല. 1000 എന്ന പദത്തിനകത്ത് 1000 വർഷം എന്ന് പറഞ്ഞാൽ അത് എക്സാക്റ്റ് ആണെന്ന് നിർബന്ധം പിടിക്കുന്ന സഹോദരന്മാർ, ഈ വാക്യങ്ങൾക്കെല്ലാം അർത്ഥം നിങ്ങൾ കണ്ടെത്തണം. അതിന്റെ അർത്ഥം അത് സത്യമാണോ, ആലങ്കാരികമാണോ, ലിറ്ററാണോ? സങ്കീർത്തനം 105-8-ാം വാക്യം, 1000 തലമുറയോളം അവൻ തന്റെ ഉടമ്പടി എന്നേക്കും ഓർക്കുന്നു. അക്ഷരാർത്ഥം എടുത്താൽ 1001-ാം തലമുറ ദൈവം തന്റെ ഉടമ്പടിയോട്
അവിശ്വസ്തനായി കാണിക്കുന്നു. ഓക്കെ, ഞാൻ വീണ്ടും വിടും. സഭാപ്രസംഗി 6-ാം അധ്യായത്തിന് 6-ാമത്തെ, അതേ അവൻ 1000 വർഷം ഞാൻ ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ദാറ്റ് വേഴ്സ്. ഹല്ലേലൂയ. 6-ാമത്തെ അധ്യായത്തിന് 6-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ 1000 ആണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ. എല്ലാരും കേൾക്കണം, അവൻ ഈരായിരത്താണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. അതായത് ഞാൻ അതിന്റെ മറ്റൊരു അർത്ഥത്തിൽ ഇങ്ങനെ എഴുതിയത്, അവൻ 1000 വർഷം 2 തവണ ജീവിച്ചിട്ടും, അതായത് 2000 വർഷം ജീവിച്ചിട്ടും അവനൊരു നന്മയും കണ്ടില്ല. എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. ഇപ്പൊ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ 1000 വർഷം ജീവിച്ചിട്ടുണ്ട്. അതൊരു ആയുർദൈർഘ്യത്തിന് സംതൃപ്തിയെ കുറിച്ചുള്ള കാവ്യാത്മകമായ ആലങ്കാരികമായിട്ടുള്ള അതായത് ഒരു മനുഷ്യന്റെ ആയുസ് ദൈർഘ്യം 1000 വർഷം 2 പ്രാവശ്യം ജീവിച്ചെന്ന് പറഞ്ഞാൽ 2000 വർഷം ജീവിച്ചത്. അപ്പൊ 2000 വർഷം ഒരുത്തം ജീവിച്ചിട്ടും തൃപ്തി വരുന്നില്ല, എവിടേക്കാ പോകുന്നത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട്, ഇറ്റ്സ് നോട്ട് ലിറ്ററൽ 1000 വർഷം. നിശ്ചയമായിട്ടും അത് ആയുർദൈർഘ്യം, സംതൃപ്തി, അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. 2 പത്രോസ് 3:8 പറയുന്നു, കർത്താവിനൊരു ദിവസം, ഭയങ്കര വാക്യം കേട്ടോ. നമ്മുടെ ആളുകളൊക്കെ യേശു വേഗം വരുന്നു എന്ന് പറയുമ്പോൾ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന വാക്യമാണ്. കർത്താവിനൊരു ദിവസം 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കണ്ണിൽ ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഹാപ്പി. രക്ഷപ്പെടാൻ എന്തെല്ലാം വാക്യങ്ങളാ, കുറുക്കുവഴികൾ. സ്തോത്രം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ സമയത്തെ പരാമർശിക്കുമ്പോൾ 1000 എന്ന വാക്കിന്റെ ഓരോ സന്ദർഭവും ആലങ്കാരികമോ പ്രതീകാത്മകമായിട്ടാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. ഇതൊരു വലിയ സംഖ്യയെയോ അനിശ്ചിതകാല കാലയളവിനെയോ പ്രതിനിധീകരിക്കുന്നു. അനിശ്ചിതമല്ലാത്തൊരു പ്രത്യേക കാലയളവിനെ പ്രതിനിധീകരിക്കും. ബൈബിളിലെ ഏറ്റവും പ്രതീകാത്മകമായ പുസ്തകം വെളിപ്പാട് പുസ്തകം. എല്ലാം വെളിപ്പാട് പുസ്തകം മുഴുവൻ പിക്ചറാണ്. അതിൽ സംഖ്യ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിലെ സംഖ്യ എല്ലാം കൃത്യമായിട്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ട് എന്നോട് പറയാം. വെളിപ്പാട് പുസ്തകം കാവ്യാത്മകമായ പ്രതീകാത്മകമായ ഒരു പുസ്തകമാണ്. എന്നാൽ അതിലെ സംഖ്യ 1000 ആണ്ടെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കും. അതിന്റെ യുക്തി എന്താ? അതായത് വേദപുസ്തകത്തിലെ മറ്റു വാക്യങ്ങളുമായി അടിസ്ഥാനപ്പെടുത്തുമ്പോൾ എങ്ങനെ നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 1000 ആണ്ട് എന്ന് പറയുന്നത് ലിറ്ററലായിട്ട് എടുക്കാൻ പറ്റും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1000 വർഷത്തെ വാഴ്ചയാണത് നമ്മൾ കാണുന്നത്. തിരുവെഴുത്തിൽ ഒരിടത്തും ക്രിസ്തുവിന്റെ 1000 വർഷത്തെ വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദം എന്ന വാക്ക് നമുക്ക് കാണാൻ പറ്റില്ല. സഹസ്രാബ്ദം എന്നൊരു പദം കിങ് ജെയിംസ് വേർഷനിൽ പോലും കാണുന്നില്ല. 1000 വർഷത്തെ ഭരണം എന്ന അവകാശവാദം ഉന്നയിക്കാൻ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ഭാഗം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള ഭാഗം. അതായത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ മാത്രമേ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള പദങ്ങൾ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള യാതൊരു തെളിവുകളും പഴയ നിയമത്തിൽ ഒരിടത്തില്ല. വലിയൊരു പ്രധാനമാണ്. അപ്പൊ കാരണം കർത്താവ് യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണം നീക്കാനല്ല നിവർത്തിക്കാനാ വരുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ നിവർത്തിക്കാൻ വരുന്ന ആള് ന്യായപ്രമാണത്തിന് അപ്പുറത്ത് ഇല്ലാത്തൊരു കാര്യം, ഒരു 1000 ആണ്ട് വാഴ്ച ഇവിടെ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ കാര്യഗൗരവമായി തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ഈ വാചകത്തിന് ശരിയായ വ്യാഖ്യാനം 1000 ആണ്ട് എന്നുള്ളതല്ല വാസ്തവത്തിൽ. ഒന്നാമതായിട്ട് തിരുവെഴുത്ത് ക്രിസ്തുവിന്റെ 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നില്ല എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. തിരുവെഴുത്ത് ക്രിസ്തുവിന്റെ 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് വരികയാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. ഞാൻ 1000 ആണ്ട് വാഴ്ച എന്താണെന്നുള്ളത് അടുത്ത് വേറൊരു വീഡിയോയിൽ പറഞ്ഞോളാം. അതെല്ലാം നമ്മളെല്ലാം പഠിപ്പിച്ചില്ല പോകാൻ പറ്റും. ഞാൻ ആയാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവനായ വിധയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യം ദൈവത്തിന് വചന നിമിത്തം ഛേദിക്കപ്പെട്ട് തലഛേദിക്കപ്പെട്ടത് മൃഗത്വന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരുമായ നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെ ഞാൻ കൊണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇപ്പൊ ഇവിടെ 1000 ആണ്ട് ആരെ കുറിച്ചാണ് പ്രതികരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ.
യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനം തല ഛേദിക്കപ്പെട്ട ആത്മാക്കൾ, അവർ വിശുദ്ധന്മാർ 1000 വർഷം ക്രിസ്തുവിനോടൊപ്പം ജീവിച്ച് വാഴും. 1000 വർഷം വാഴുന്നത് ആര് വാഴുന്നതായിരിക്കും? നോക്കിയോ. അവർ ക്രിസ്തുവിനോട് കൂടെ വാണു. 1000 ആണ്ട് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടും. ജസ്റ്റ് ഐ വാണ്ട് ടു റീഡ് ദാറ്റ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. ഡോണ്ട് ബി ബോറായിട്ട് പോകരുത്. ബോറാണെങ്കിൽ ജസ്റ്റ് ക്വിറ്റ് ഇറ്റ്. അത് കേൾക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. കാരണം നമ്മൾ 1000 ആണ്ട് വാഴാൻ പോവല്ലേ. നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ പഠിച്ച കാര്യങ്ങളെ മാറ്റിപ്പറയുന്നവരെ ഭൂമിയിൽ ജീവനോടെ വെച്ചിരിക്കുന്നെങ്കിൽ ഞാൻ മഹാഭാഗ്യവാൻ. And those who have been beheaded because of the testimony about Jesus Christ, because of the word, they had not worshipped the beast in the image and received the mark of the forehead and the hand. They came to life and reigned with Christ in 1000 years. With Christ. അപ്പം ഇതിനകത്ത് ആര് എഴുന്നേറ്റുന്ന? ഇവർ 1000 ആണ്ടത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ട് ക്രിസ്തുവിനോടൊപ്പം വാഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ദൈവത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടവർ എന്ത് ചെയ്യാം? അവർ യേശുവിനോടൊപ്പം 1000 ആണ്ട് വാഴുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഭരണം എന്നേക്ക് നിലനിൽക്കുന്നു. ക്രിസ്തുവിന്റെ ഭരണം 1000 ആണ്ടത്തേക്കല്ല. വല്ലാത്ത ക്വസ്റ്റ്യൻ. കർത്താവ് 1000 ആണ്ടേ വാഴത്തുള്ളൂ. അതിനുശേഷം പിന്നെ കർത്താവ് വാഴത്തില്ലേ? കാരണം വെളിപ്പാട് പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വന്ന ലോകത്തിന്റെ രാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ലഭിച്ചിരിക്കുക. അടുത്ത വാക്യം, അവൻ എന്നേക്കും വാഴും. എനിക്ക് മനസ്സിലാവുന്നില്ല. 1000 ആണ്ട് കഴിഞ്ഞിട്ട് യേശു വാഴ്ച നിർത്തും, അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ വാഴ്ച എന്താണ്? എന്നേക്കും വാഴും. പക്ഷെ 1000 ആണ്ട് ഈ വാഴ്ചക്കകത്ത് ആരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്? വെരി ഇമ്പോർട്ടൻറ്റ്. 1000 ആണ്ട് വാഴ്ച വിശുദ്ധന്മാർ യേശുവിനോടൊപ്പം വാഴുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വാഴ്ച എന്നേക്കുള്ള വാഴ്ച. അപ്പം ഇവിടെ 1000 ആണ്ട് വാഴ്ച ആരുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? വിശുദ്ധന്മാരുടെ വാഴ്ച. ഉയർത്തെഴുന്നേറ്റവർ യേശുവിനോടൊപ്പം വാഴുക. അപ്പൊ ഈ വാഴ്ചയുടെ പ്രാധാന്യം യേശു ക്രിസ്തുവിന്റെ വാഴ്ചയല്ല, മറിച്ച് എന്താ? ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ ക്രിസ്തുവിനോടൊപ്പം വാഴുന്ന വാഴ്ച. കാരണം ക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് ബൈബിൾ വിളിക്കുന്ന പേര് അവൻ എന്നേക്കും വാഴുമെന്ന. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നരേന്ദ്രമോദിയോട് കൂടെ അമിത്ഷാ 3 വർഷം സേവനമനുഷ്ഠിച്ചു. ശ്രദ്ധിക്കണേ, നരേന്ദ്രമോദിയോടൊപ്പം കൂടെ അമിത്ഷാ 3 വർഷം സേവനം അല്ലെങ്കിൽ ഭരിച്ചു, ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്ന വാക്യം ഒന്ന് പരിഗണിക്കും. ഇതിനർത്ഥം എന്താ? നരേന്ദ്രമോദി 3 വർഷമേ തന്റെ സ്ഥാനത്തിരുന്നു എന്നാണോ? അല്ലല്ലോ. മറിച്ച് പ്രസിഡന്റ് ഒരു പക്ഷെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വർഷങ്ങളോളം ഭരിക്കുന്നു. ഇപ്പൊ 3ാമത്തെ ഗഡുവായിട്ട് ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ അമിത്ഷാ ആ കാലയളവിൽ 2 വർഷം കൂടെ ഭരിച്ചു. എനിക്കിത് കൂടെ പറയാൻ അറിയത്തില്ല. കർത്താവിന്റെ ഭരണം എറ്റേണലാണ്. പക്ഷെ 1000 വർഷം വിശുദ്ധന്മാർ അവനോട് കൂടെ ഭരിച്ചു. അതായത് വിശുദ്ധന്മാർ യേശുവിനോട് എന്നേക്കും വാഴുന്നില്ല. വിശുദ്ധന്മാർ എന്നേക്കും വാഴാൻ വിളിക്കപ്പെട്ടിട്ടില്ല. വിശുദ്ധന്മാരുടെ വാഴ്ച 1000 ആണ്ട് വാഴ്ച. നേരത്തെ പറഞ്ഞാല് നരേന്ദ്രമോദി ഇപ്പൊ 15ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. എന്നാൽ 3 വർഷം അമിത്ഷാ ഭരിച്ചു. ആരുടെ കൂടെ? എന്റെ അർത്ഥം ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നരേന്ദ്രമോദിജി 3 വർഷം ഭരിച്ചു എന്നല്ല. അപ്പൊ വെളിപ്പാട് പുസ്തകം 20-ാമത്തെ വാക്യത്തിൽ യേശു എത്ര കാലം ഭരണം നടത്തും എന്നതിനെ കുറിച്ചല്ല, മറിച്ച് മറ്റുള്ളവർ എത്ര കാലം യേശുവിനോടൊപ്പം ഭരിക്കും എന്നതിനെ കുറിച്ചാണ്. അതൊരു പ്രധാന വ്യത്യാസം. ഒരു കാര്യം ഞാൻ പറയാം. 1000 എന്ന സംഖ്യ ഒരു വലിയ അളവിനെയോ ദീർഘമായ കാലയളവിനെയോ പ്രതിനിധീകരിക്കും. ഇറ്റ്സ് നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്, ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. പഴയ നിയമത്തിലും ബാധകമാണ്, പുതിയ നിയമത്തിലും ബാധകം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വരാം. ഇവിടെ കുറേ വാക്യങ്ങൾ ഞാൻ തന്നു.
നിങ്ങൾ വേദപുസ്തകത്തെ ക്യൂരിയസ് ആയി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനായി 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവ്. കർത്താവ് വിശുദ്ധന്മാരുടെ വാഴ്ചയാണ്. എന്നാൽ കർത്താവിന്റെ വാഴ്ച അത് എന്നേക്കുമുള്ളത്. അപ്പൊ എന്നേക്കുമായുള്ള വാഴ്ചയുടെ നടുവിലുള്ള, ഇടയ്ക്കുള്ള, തുടക്കത്തിലുള്ള ഒരു ചെറിയ കാലയളവ്, ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഭരണം, അതാണ് 1000 ആണ്ട് വാഴ്ച. ഇത് ഒരിക്കലും സംഖ്യാക്രമം അനുസരിച്ച് കൃത്യമായ 10 നൂറ്റാണ്ടല്ല, മറിച്ച് ക്വാളിറ്റേറ്റീവ്, കംപ്ലീറ്റ് ആയിട്ടുള്ള, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള, എല്ലാം തികവുള്ള ഒരു ഭരണം. പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒരു വലിയ അളവാണ്. ബിഗ് ടൈം, ഓൾദോ ദാറ്റ് ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ്, പ്രത്യേക കാലയളവ്. മറക്കല്ലേ? ഇപ്പൊ നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളെ 1000 കണ്ടു. അതിനൊന്നും അക്ഷരാർത്ഥത്തിൽ 1000 എന്നല്ല അർത്ഥമെങ്കിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 1000 ആണ്ടിന് 1000 വർഷം വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.